ടീം മാറ്റ്കമ്മിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 97/2025 അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിനേഷൻ നടന്ന എക്സാമിനേഷനകത്ത് മാത്സ് പാർട്ടിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ ഡിസ്കഷനാണ്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക. സോ ഒന്നാമത്തെ ചോദ്യം, രഘു ഒരു ബാങ്കിൽ നിന്ന് വായ്പ എടുത്തു. ആദ്യ ഗഡുവായി രഘു 1000 രൂപ തിരിച്ചടച്ചു. ഓരോ മാസവും 150 രൂപ വീതം വർദ്ധിപ്പിച്ചാൽ 30ാമത്തെ ഗഡുവായി തിരിച്ച് അടച്ച തുക എത്ര? അപ്പൊ ആദ്യത്തെ മാസം 1000 രൂപ അടച്ചു, രണ്ടാമത്തെ ഗഡുവായിട്ട് 150 രൂപയുടെ കൂട്ടി, അപ്പൊ എത്രയായി? 1150 രൂപയായി. അടുത്ത മാസം 150 രൂപയുടെ കൂട്ടി, അപ്പൊ 1300 രൂപ അടച്ചു. അപ്പൊ അതായത് നമുക്കിത് കിട്ടാൻ പോകുന്ന ഒരു സമാന്തര ശ്രേണിയാണ്. അതായത് ആദ്യത്തെ ടേം 1000 ആയിട്ടും അടുത്തടുത്ത ടേമുകൾ തമ്മിലുള്ള വ്യത്യാസം 150 ആയിട്ടും വരുന്ന ഒരു സമാന്തര ശ്രേണിയാണ് ലഭിക്കുന്നത്. 30ാമത്തെ ഗഡു എന്ന് പറയുന്നത് ഈ സമാന്തര ശ്രേണിയുടെ 30ാമത്തെ ടേം ആയിരിക്കും. അതായത് x30 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടേം പ്ലസ് n-1 ഇൻറ്റു ഡി. ഇവിടെ n എന്ന് പറയുന്നത് ഏതാ വരുന്നത്? 30. 30 - 1 29d എന്ന് കിട്ടും. കാരണം ഒരു സമാന്തര ശ്രേണി ഏത് ടേം വേണമെങ്കിലും xn = x1 + n-1 ഇൻറ്റു ഡി ഫോർമുല വെച്ചിട്ട് കണ്ടുപിടിക്കാം. ആദ്യത്തെ ടേം എന്ന് പറയുന്നത് 1000 പ്ലസ് 29 ഇൻറ്റു കോമൺ ഡിഫറൻസ് 180. സോ നമ്മളിത് 29 × 150 എന്ന് പറയുമ്പോൾ 4350 പ്ലസ് 1000 5350. ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഒരു ദിവസം എത്ര തവണ ഒരു ക്ലോക്കിലെ സൂചികൾ പരസ്പരം ലംബകോണിലെത്തും? സോ ബേസിക്കലി നമ്മൾ നോക്കുമ്പോൾ ഒരു ക്ലോക്ക് കൺസിഡർ ചെയ്താൽ, നമ്മളൊരു ക്ലോക്ക് കൺസിഡർ ചെയ്താൽ ഒരു ക്ലോക്കിന്റെ കാര്യത്തിലാണ് എങ്കിൽ ഇപ്പോൾ നമ്മൾ 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ചെയ്യും. 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 12 മണിയിൽ നിന്ന് മുമ്പോട്ട് പോയി 12:15 കഴിഞ്ഞ് കഴിയും. ഏകദേശം ഒരു 12:16 ഒക്കെ ആകുമ്പോൾ ഈ അവർ ഹാൻഡും അതുപോലെ എന്താണ് പറയപ്പെടുന്ന മിനിറ്റ് ഹാൻഡും, ഓവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും തമ്മിലുള്ള ആംഗിൾ ഓൾമോസ്റ്റ് ഒരു 90 ഡിഗ്രിയിൽ വരും, ഒരു 12:16 പിന്നെ ഇത് ഓൾമോസ്റ്റ് പിന്നെ വരുന്നതെന്ന് പറയുന്നത് ഒരു 12:45 കഴിഞ്ഞിട്ട് ഒരു 12:50 അടുത്തൊരു സമയത്ത് വരും. സോ യൂഷ്വലി ബിറ്റ്വീൻ ഓരോ മണിക്കൂറിനിടയ്ക്കും 2 തവണയാണ് മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും പെർപെൻഡിക്കുലർ ആയിട്ട് വരിക. ബട്ട് 2 സമയങ്ങൾക്കൊഴിച്ച്, അതായത് നമ്മൾ 2 മണിക്കും 3 മണിക്കും ഇടയിലും 8 മണിക്കും 9 മണിക്കും ഇടയിലും നമ്മൾ ക്ലോക്ക് റൊട്ടേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും. ക്ലോക്ക് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. 2 മണിക്കും 3 മണിക്കും ഇടയ്ക്കും 8 മണിക്കും 9 മണിക്കും ഇടയ്ക്കും ആകെ ഒരേ ഒരു തവണ മാത്രമേ ഈ പറയപ്പെടുന്ന അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും പെർപെൻഡിക്കുലർ ആയിട്ട് വരത്തുള്ളൂ. സോ അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും പെർപെൻഡിക്കുലർ ആയിട്ട് ലൈക്ക് 2 മണിക്കും 3 മണിക്കും ഇടയ്ക്കും 8 മണിക്കും 9 മണിക്കും ഇടയ്ക്ക് എന്താണ് ഓരോ തവണ മാത്രമേ വരുള്ളൂ. ബാക്കി എല്ലാ സമയത്തും 2 തവണ വെച്ച് വരും. മൊത്തം 12 മണിക്കൂർ ഉണ്ടെങ്കിൽ 12 × 24 ആയിരുന്നു കിട്ടേണ്ടത്. പക്ഷെ 2 മണിക്കും 3 മണിക്കും ഇടയ്ക്കും 8 മണിക്കും 9 മണിക്കും ഇടയ്ക്ക് ഒരു പ്രാവശ്യം ആയതുകൊണ്ട് മൊത്തം 22 തവണയായിരിക്കും കിട്ടുക. അങ്ങനെ നമ്മൾ ഒരു ദിവസം എന്ന് പറയുമ്പോൾ മൊത്തം 24 മണിക്കൂറുണ്ട്. 12 മണിക്കൂറിൽ 22 തവണയാണെങ്കിൽ 24 മണിക്കൂറിൽ 44 തവണ. ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, WFB TGD QHG. ഇവിടെ ഏറ്റവും നോക്കാൻ എളുപ്പം നടുക്കത്തെ ലെറ്റർ ആണ്. എഫിൽ നിന്ന് ഒന്ന് പോയി കഴിഞ്ഞാൽ EFG +1 ആണ് G എന്ന് പറയുന്നത്, GH +1 ആണ് H എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അടുത്താണ് എന്ത് വരും? HI ആയിരിക്കും വരുന്നത്. അപ്പൊ അടുത്തടേയും I ആയിട്ട് കിട്ടും. എല്ലാ ഓപ്ഷനും I തന്നെയാണ്. ഇനി രണ്ടാമത് നമ്മൾ നോക്കിയാൽ മൂന്നാമത്തെ നോക്കിയാൽ BCD B+2 ആണ് D വരുന്നത്. DEFG +3 ആണ് G വരുന്നത്. അങ്ങനെയാണെങ്കിൽ +4 ഇടാം. HIJK സോ K ആണ് വരേണ്ടത്. +4 K വരും. സോ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും അല്ലെന്ന് പറയാം. ഒന്നെങ്കിൽ NIKയോ അല്ലെങ്കിൽ OIKയോ ആയിരിക്കും. ഇനി W നമ്മൾ നോക്കിയാലോ, ഡബ്ല്യുവിന്റെ കേസിൽ T വെച്ചെടുത്താൽ ടിയിൽ നമ്മൾ UVW, അതായത് 3 മൈനസ് പുറകോട്ട് പോകുമ്പോഴാണ് T കിട്ടുന്നത്, -3 പോകുമ്പോൾ. Q ആണെങ്കിലോ QRST, അപ്പൊ 3 പുറകോട്ട് പോകുമ്പോഴാണ് Q കിട്ടുന്നത്. അതേപോലെ അങ്ങനെയാണെങ്കിൽ 3 പുറകോട്ട് പോവാം. അപ്പൊ Qവിൽ നിന്ന് 3 പുറകോട്ട് പോയാൽ എന്ത് കിട്ടും? PON. അപ്പൊ എന്താണ്? NOPQ. അപ്പൊ 3 മുമ്പോട്ട് വരുന്നത്. അപ്പൊ 3 പുറകോട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? N കിട്ടും. സോ NIK ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. 5, 16, 51, 158,
സിമ്പിൾ ആയിരുന്നു. കാരണം ഡിഫറൻസ് ഒന്നും കണ്ടാൽ ഇത് കിട്ടില്ല. പക്ഷെ നേരെ മറിച്ച് നമ്മൾ നോക്കിയാൽ 5 × 3 15, 15നോട് കൂടി 1 കൂട്ടിയാൽ 16 കിട്ടും. 16 × 3 48, 48നോട് കൂടി 3 കൂട്ടിയാൽ 51 കിട്ടും. 51 × 3 153 പ്ലസ് 5 158. 158 × 3 പ്ലസ് 7, 188 പ്ലസ് 3 × 7 481 കിട്ടും. ഇവിടെ നോക്കി, ആ ടൈമിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആദ്യം 1 ആഡ് ചെയ്തു, രണ്ടാമത്തിൽ 3 ആഡ് ചെയ്തു, മൂന്നാമത്തിൽ 5 ആഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അടുത്തതിൽ എന്ത് ആഡ് ചെയ്യണം? അടുത്തതിൽ 7 ആഡ് ചെയ്യണം. ഇപ്പൊ നമ്മള് 158നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 474 കിട്ടും. 474 പ്ലസ് 7 481. ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഒറ്റേനെ കണ്ടെത്തുക. SOLTU മെജിനിയാസ് നോർഗെ. ഇതെന്ത് സാധനമാണെന്ന് പെട്ടെന്ന് തന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള വാക്ക് ജംബിൾഡ് ഓർഡറിൽ തന്നിരിക്കുകയാണ്. ROSC റോസ്. LOTUS ലോട്ടസ്. ORANGE ഓറഞ്ച്. ഇവിടെ JASMINE ജാസ്മിൻ. ഇപ്പൊ നമ്മൾ നോക്കിയ റോസ്, ജാസ്മിൻ, ലോട്ടസ് എന്ന് പറയുന്ന ഫ്ലവറുകളാണ്. ഓറഞ്ച് മാത്രം ഫ്രൂട്ട് ആണ്. ജംബിൾഡ് ഓർഡറിൽ ഓർഡറായിട്ട് തന്നിരിക്കുന്നത് എന്താണ്? ഓറഞ്ച് ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. 16/4/2020 തുടങ്ങി 9 മാസവും 5 ദിവസവും പൂർത്തിയാകുന്ന ദിവസം 16/04/2020. 9 മാസം മുമ്പോട്ട് പോകണം. 9 മാസം മുമ്പോട്ടെന്ന് പറയുമ്പോൾ 16ന്റെ കൂടെ 9, 4 മാസം 9 കൂട്ടും 13 മാസം. നത്തിങ് ബട്ട് ജനുവരി. അപ്പൊ എന്ത് കിട്ടും? 16 ജനുവരി 2021 കിട്ടും. പിന്നെ 5 ദിവസം കൂടി പൂർത്തിയാവണം. ക്ലിയർ? 5 ദിവസം കൂടി നമുക്ക് പൂർത്തിയാവണം. സോ ബേസിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഈ 16/04/2020 മുതൽ 9 മാസം എന്ന് പറയുന്നത് 15/01 2021 9 മാസം പൂർത്തിയാകും. അപ്പൊ 15/01 2021 9 മാസം പൂർത്തിയായാൽ പിന്നെ 5 ദിവസം കൂടി മുമ്പോട്ടേക്ക് 16, 17, 18, 19, 20. അപ്പൊ 20-ാം തീയതി 9 മാസവും 5 ദിവസവും പൂർത്തിയാവും. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഒരു മുറിയുടെ നീളവും വീതിയും യഥാക്രമം 10 മീറ്ററും 75 സെന്റിമീറ്ററും 8 മീറ്ററും 25 സെന്റിമീറ്ററുമാണ്. തറയിൽ ചതുരാകൃതിയിലുള്ള ടൈലുകൾ പാകണം. ടൈലിന്റെ സാധ്യമായ വലിപ്പം കണ്ടെത്തുക. സോ ബേസിക്കലി നീളവും വീതിയും 10 മീറ്റർ 75 സെന്റിമീറ്റർ. 10 മീറ്റർ എന്ന് പറഞ്ഞാൽ 1000 സെന്റിമീറ്ററും 75 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 1075 സെന്റിമീറ്റർ നീളം. 8 മീറ്റർ 25 സെന്റിമീറ്റർ വീതി എന്ന് പറയുമ്പോൾ 825 സെന്റിമീറ്റർ എന്ത് കിട്ടി? വീതി എന്ന് വന്നു. സോ ആ മുറിയുടെ ഏരിയ എന്ന് പറയുന്നത് 1075 സെന്റിമീറ്റർ ഇൻറ്റു 825 സെന്റിമീറ്റർ ആയിരിക്കും. നമ്മളിവിടെ പാകാൻ പോകുന്നത് എന്താ പറയുക, സ്ക്വയർ ഷേപ്പിലുള്ള ടൈലാണ് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഏറ്റവും സാധ്യമായ വലിപ്പമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നീളത്തിന്റെയും വീതിയുടെയും LCM കണ്ടുപിടിക്കുക. HCF കണ്ടുപിടിക്കുക. 1075 825 ഹയസ്റ്റ് കോമൺ ഫാക്ടർ. രണ്ടിനെയും നമ്മൾ 25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1075 43 കിട്ടും. ഇത് 33 കിട്ടും. 43-നും 33-നും വേറെ കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 25 ആയിരിക്കും. സോ അപ്പൊ 25 സെന്റിമീറ്റർ നീളവും 25 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു സ്ക്വയർ ടൈലിനെ നമുക്ക് അവിടെ പാകാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് ഏറ്റവും മാക്സിമം വലിപ്പം. അപ്പൊ ചോദിച്ചിരിക്കുന്നതിന് ഉത്തരം എന്ന് പറഞ്ഞ് 25 സെന്റിമീറ്റർ നീളവും 25 സെന്റിമീറ്റർ വീതി എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് വരിക. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് വരിക. ഇനി അത് എത്ര ടൈലാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ പറയപ്പെടുന്നതിനെ 25 × 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 33 × 43 എന്ന് കിട്ടും. 33 × 43 എന്ന് കിട്ടും. അപ്പൊ ടൈലുകളുടെ എണ്ണം എന്ന് പറയുന്നത് 1419. മിനിമം ടൈലുകളുടെ എണ്ണം എന്ന് പറയുന്നത് 1419 ആയിരിക്കും. ഇനി 9808 × 625. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്ന നമ്പറുകളെ ഫാക്ടറൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 9808 എന്ന് പറയുന്നത് 9808 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്താൽ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1226 × 8 എന്ന് എഴുതാം.
1226 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 613 ഇൻറ്റു 2 ഇൻറ്റു 8 എന്ന് എഴുതാം. നത്തിങ് ബട്ട് 613 ഇൻറ്റു 16 എന്ന് എഴുതാം. ഇനി 625 എന്ന് പറയുന്നത് 5⁴. 5 ഇൻറ്റു 5 25, 25 ഇൻറ്റു 5 125, 125 ഇൻറ്റു 5 625, 5⁴. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന നമ്പറിനെ 5⁴ ഇൻറ്റു ഈ 16 എന്ന് പറഞ്ഞാൽ എന്തുവാ? 16 എന്ന് പറയുന്നത് നത്തിങ് ബട്ട് 2⁴. 2, 4, 8, 16 2⁴ ഇൻറ്റു 613 എന്ന് എഴുതാം. പവർ സെയിം ആയതുകൊണ്ട് ഇതിനെ നമുക്ക് 5 ഇൻറ്റു 2 ഹോൾ⁴ ഇൻറ്റു 613 എന്ന് എഴുതാം. നത്തിങ് ബട്ട് ഈക്വൽ ടു 613 ഇൻറ്റു 10⁴. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ തന്നിട്ടില്ലാത്തത് കൊണ്ട് ഒരു ഡെസിമൽ പ്ലേസിനെ അകത്തേക്ക് കൊടുത്താൽ 61.3 ഇൻറ്റു ഇപ്പൊ എന്ത് കിട്ടും? ഒരു 10 വെളിയിലേക്ക് വരും, 10⁵5. സോ 61.3 ഇൻറ്റു 10⁵5 ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. എ ബി എന്ന ടാങ്കുകൾ യഥാസമയം 12 മണിക്കൂറും 15 മണിക്കൂറും കൊണ്ട് ഒരു ടാങ്ക് നിറയ്ക്കും. 2 പൈപ്പുകൾ ഒരുമിച്ച് തുറന്നാൽ എത്ര മണിക്കൂർ ടാങ്ക് നിറയും? സോ 12 മണിക്കൂർ കൊണ്ടും 15 മണിക്കൂർ കൊണ്ടും ടാങ്ക് നിറയുമെങ്കിൽ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ ആ സമയത്തിന് LCM എടുക്കുക. 12ഉം 15ഉം 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ 4 കിട്ടും, ഇവിടെ 5 കിട്ടും. 4 20, 23 60. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 60 യൂണിറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന പൈപ്പ് ചെയ്യാൻ മൊത്തം എടുക്കുന്ന 12 മണിക്കൂർ ആണെങ്കിൽ മൊത്തം വർക്ക് 60 യൂണിറ്റ് ആണെങ്കിൽ 60/12 5 യൂണിറ്റ് വർക്ക് ആയിരിക്കും ഒരു മണിക്കൂറിൽ ചെയ്യുക. ബി എന്ന് പറയുന്നത് ചെയ്യാനായിട്ട് 15 മണിക്കൂർ എടുക്കുമെങ്കിൽ ടോട്ടൽ വർക്ക് 60 യൂണിറ്റ് ആണെങ്കിൽ 60/15 4 യൂണിറ്റ് വർക്ക് ആയിരിക്കും ഒരു സമയത്ത് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മൊത്തം വർക്ക് എന്ന് പറയുന്നത് 5 യൂണിറ്റ് പ്ലസ് 4 യൂണിറ്റ് 9 യൂണിറ്റ് ആയിരിക്കും. മൊത്തം വർക്കുള്ളത് 60 യൂണിറ്റ്, ഒരു മണിക്കൂറിൽ ചെയ്യുന്നത് 9 യൂണിറ്റ് വർക്ക്. അങ്ങനെയാണെങ്കിൽ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 60/9 9 6 54 റിമൈൻഡർ 6. അപ്പൊ എന്ത് കിട്ടി? 6 മണിക്കൂർ എന്ന് കിട്ടി. ബാക്കിയുള്ളതിനെ 6/9 അവർ എന്ന് എഴുതാം. മണിക്കൂറിനെ മിനിറ്റിലേക്ക് മാറ്റാൻ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കിവിടെ 9നെയും 6നെയും ഡിവൈഡ് ചെയ്താൽ ഇവിടെ 2 കിട്ടും, ഇവിടെ 3 കിട്ടും. ഈ 60നെയും 3നെയും ക്യാൻസൽ 20 കിട്ടും. 20 × 2 40 മിനിറ്റ്. അപ്പൊ 6 മണിക്കൂർ 40 മിനിറ്റ്. അതായത് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള സമയം തന്നിട്ടുണ്ടെങ്കിൽ സമയത്തിന് LCM ആയിരിക്കും ടോട്ടൽ വർക്ക്. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരും ചെയ്യുന്ന സമയം കൊണ്ട് ടോട്ടൽ വർക്കിനെ ഡിവൈഡ് ചെയ്താൽ 1 മണിക്കൂറിൽ ചെയ്യുന്ന വർക്ക് കിട്ടും. സോ അത് രണ്ടും കൂടെ കൂട്ടിയെടുത്തിട്ട് ടോട്ടൽ വർക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ രണ്ടുപേരും കൂടി എത്ര സമയം കൊണ്ട് വർക്ക് തീർക്കുമെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ, x by y whole raised to x by y to whole raised to 12 into y raised to 24 into z raised to 3 whole raised to 4. ഇതിനെ നമുക്ക് x raised to 12 divided by y raised to 12 into y raised to 24 into z raised to 3 whole raised to 3 എന്ന് പറഞ്ഞാൽ a raised to x whole raised to y nothing but equal to a raised to xy. അപ്പോൾ y raised to 3 into 4 z raised to 3 into 4 z raised to 12 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് വന്നിരിക്കുന്ന y raised to 24 by y raised to 12 ആണ്. a raised to x divided by a raised to y എന്ന് പറഞ്ഞാൽ a raised to x minus y ആണ്. അപ്പോൾ y raised to 24 minus 12 y raised to 12 എന്ന് കിട്ടും. സോ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് x raised to 12 into y raised to 12 into z raised to 12 പവറുകൾ സെയിം ആണ്. xyz whole raised to 12 എന്ന് എഴുതാം. ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. സോ ആ ചോദ്യപേപ്പറിനകത്ത് ചോദിച്ച 10 മാത്സ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.